ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അനന്തമായ ആകാശഗോളങ്ങളിൽ വായും വയറുമുള്ള മനുഷ്യന് അധിവസിക്കാൻ വായുവും ജലവും സമൃദ്ധമായുള്ള ഭൂമിയല്ലാതെ മറ്റൊരിടമില്ല. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ കലഹപ്രിയരാണ്. ആദ്യകാലം മുതൽ അധികാരത്തിന്റെ ആദി പൂണ്ട മനുഷ്യർ അധിനിവേശങ്ങളായി അതിരുകൾ ലംഘിച്ചതോടെ യുദ്ധങ്ങൾ പതിവായി മാറി. അലക്സാണ്ടറും സീസറും നെപ്പോളിയനും ചെങ്കിസ് ഖാനും ബാബറും ഉൾപ്പെടെ അനേകം ആളുകൾ ആയുധമൂർച്ചയിൽ അറുത്തിട്ട തലകളെ ചവിട്ടി മെതിച്ചുള്ള യാത്രയിലൂടെ അടിച്ചമർത്തലും ആക്രമണങ്ങളും പതിവാക്കി അധികാരങ്ങൾ നേടിയവരാണ്. കാലത്തിന്റെ നീതികളെ കയ്യൂക്കിന്റെ കറുത്ത നിയമങ്ങൾ കൊണ്ട് കബളിപ്പിച്ച് കടന്നുപോയവർ വരച്ചിട്ട പാതകളുടെ പതിപ്പാണ് ഇന്നും ആവർത്തിക്കുന്നത്. യുദ്ധത്തെ അതിജീവിച്ചവരുടെ ആർത്തനാദങ്ങൾ ആകാശത്തോളം ഉയർന്നിട്ടും ആക്രമണകാരികളുടെ ഉള്ളിൽ ദയയുടെ കണികകൾ ഉണ്ടാവുന്നില്ല. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് സത്യം. മനുഷ്യക്കുരുതിയിൽ ആർത്തി പൂണ്ടവർ വീണ്ടും വീണ്ടും യുദ്ധങ്ങൾക്കായി മുറവിളി കൂട്ടുന്നു. അത്തരത്തിൽ ഒരുവനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു. ഈ ചോരക്കൊതിയുടെ തീരുമാനങ്ങൾ ഭ്രാന്തമാണെന്നാണ് US വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരും ഈ ഭീകരനെ ആളും പണവും ആയുധവും കൊടുത്ത് സഹായിക്കുന്ന ട്രംപ് എന്ന മറ്റൊരു ഭ്രാന്തനും സമ്മതിക്കുന്നത്. നെതന്യാഹുവിനെ പോലെ തന്നെ മറ്റൊരു ചോരക്കൊതിയനായ പഴയ ISന്റെ ഏറ്റവും ഭീകരനായ കൊലയാളികളിൽപ്പെട്ട അഹമ്മദ് ഷാരയുടെ സിറിയൻ സൈന്യത്തിന് മേൽ ആക്രമണം അഴിച്ചുവിട്ട നെതന്യാഹുവിനെ ഭ്രാന്തനെന്നും പെരുമാറാൻ അറിയാത്ത കുട്ടി എന്നൊക്കെ ട്രംപ് സംഘം വിളിക്കുമ്പോൾ ചോരക്കൊതിമൂത്ത രണ്ട് ഭ്രാന്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വന്തം സൗഭാഗ്യങ്ങൾ കൂടി നഷ്ടപ്പെടും എന്ന തോന്നലാണ് ട്രംപ് പോലും നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിച്ചത്. നെതന്യാഹു ഇതുവരെ ചെയ്തതെല്ലാം അഭിമാനത്തോടെ കണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ അയാളെ കുറ്റപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നു. അതിനിടയിൽ അഹമ്മദ് ഷാര എന്ന പ്രാദേശിക ഗുണ്ടയെ പിണക്കിയാൽ ഭാവിയിൽ അത് വലിയ ദോഷമുണ്ടാക്കും എന്ന് കരുതിയാണ് ട്രംപ് ഇങ്ങനെ നെതന്യാഹുവിനെ വിമർശിക്കാൻ കാരണമായത്. നെതന്യാഹുവിന്റെ ചെല്ലപ്പേരായ ബീബി എന്ന് വിളിച്ചുകൊണ്ട് ബീബി ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്. അവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനെയും ബോംബിട്ട് തകർക്കുന്നു എന്ന് ആക്സിയസ് വാർത്താ ഏജൻസിയോട് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ഇത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ ദുർബലപ്പെടുത്തിയേക്കാം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇറാനെ തകർക്കുക എന്നുള്ള അയാളുടെ തപസ്. അതിനുവേണ്ടി ട്രംപും നെതന്യാഹുവുമൊക്കെ വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവരുടെ ഒരു ലക്ഷ്യമാണ്. എന്നാൽ അതിനിടയിൽ ഈ ഷാരയെ പോലുള്ള കൊടും കുറ്റവാളികളെ അല്ലെങ്കിൽ ഭീകരരെ പിണക്കി കഴിഞ്ഞാൽ അത് വലിയ ദോഷം ചെയ്യും എന്ന തിരിച്ചറിവാണ് ട്രംപിന് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ സിറിയയുടെ മേലുള്ള ട്രംപിന്റെ ദയ കൊണ്ടൊന്നുമല്ല. മനുഷ്യന്റെ യഥാർത്ഥ ചരിത്രം കത്തിപ്പോയ ഗ്രന്ഥങ്ങളിലല്ല ഉള്ളത്. അത് അടിച്ചമർത്തപ്പെട്ടവരുടെ വിങ്ങലിലും പ്രതിരോധത്തിനായി മരിച്ചവരുടെ മണ്ണിലുമുണ്ട്. കാലം മാറിയെങ്കിലും കർമ്മപാത മാറിയിട്ടില്ല. അധിനിവേശത്തിന്റെ രൂപം മാറി അതിനു പകരം സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇന്നുള്ളത്. നേരിട്ടുള്ള ആക്രമണങ്ങൾ തോൽപ്പിക്കാൻ കഴിയാത്തിടത്ത് നിശബ്ദമായി കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നത് പോലുള്ള ചട്ടങ്ങളും കരാറുകളും ഉൾക്കൊള്ളുന്ന ഉപരോധങ്ങളാണ് ഇറാന് മേൽ അമേരിക്കയും അയാളുടെ സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉപരോധങ്ങളെ നേരിടാൻ ഇറാനും ഉറപ്പിച്ചിരിക്കുകയാണ്. കൂട്ടിവെച്ച ആയുധങ്ങൾക്ക് പിന്നാലെ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളായ J-10ഉം J-35ഉം ഇറാനിൽ എത്തുകയാണ്. J-10 എന്നത് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. വിഗോറിയസ് ഡ്രാഗൺ അല്ലെങ്കിൽ ഊർജ്ജസ്വലനായ ശക്തി എന്നോ കരുത്തെന്നോ ഒക്കെ പറയാൻ കഴിയും. പേര് പോലെ തന്നെ മൾട്ടി റോൾ ആക്രമണകാരിയാണ് ഇവൻ. പറന്നടിക്കും. മറ്റൊന്ന് J-35 ആണ്. ഇത് 5ാം തലമുറ അല്ലെങ്കിൽ ഏറ്റവും അത്യന്താധുനിക സ്റ്റെൽത്ത് ഫൈറ്ററാണ്. ചൈനീസ് നാവികസേന അവരുടെ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കാൻ പ്രത്യേകം നിർമ്മിച്ച റഡാറിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ജെറ്റാണ്. ജനിതക ഗുണങ്ങളുള്ള ഈ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട 150 യുദ്ധവിമാനങ്ങളാണ് ഇറാനിൽ എത്താൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചൈനീസ് വ്യോമശക്തിയുടെ ആഢ്യ കുലപതികളായി മാറിയിരിക്കുന്ന ഈ രണ്ട് ഒറ്റബുദ്ധിക്കാരും റഷ്യയുടെ 50S U-35 വിഭാഗങ്ങളിലെ യുദ്ധവിമാനങ്ങളും പൊതുവെ ദുർബലമായ ഇറാന്റെ ആകാശ സംരക്ഷണത്തിന്റെ കാവൽക്കാരാവുമ്പോൾ ഇറാനുമായി മറ്റൊരു യുദ്ധത്തിനിറങ്ങുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനി വരുന്ന യുദ്ധം മറക്കാനാവാത്ത ഒരു അനുഭൂതി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഏതെങ്കിലും ഒരു നേഷൻ അതല്ലെങ്കിൽ രാജ്യം മതം, താല്പര്യം, വംശം എന്ന പേരിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു. അവരുടെ നിലപാടുകളെ നിശബ്ദരാക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നു. ഈ വേട്ടക്കാർക്ക് ഭാഷയില്ല, രൂപമില്ല, അതിരുകളില്ല. വോട്ടുകൾക്കായി, അധികാരത്തിനായി അവർ വേട്ടകൾ നടത്തുന്നു. ലോകത്തെ ഏറ്റവും ക്രൂരരായ കൊലയാളികൾ ഇസ്രയേലും അമേരിക്കയുമാണ്. എന്നിട്ടും അവർ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നത് വളരെ പരിഹാസ്യമായ ഒരു കാര്യമാണ്. ഇസ്രായേലിന്റെ ജനകീയ മേഖലകളെ ആക്രമിച്ചതിന് ഇറാനെ കുറ്റപ്പെടുത്തുന്നവർ
ഗസയിലെ കുഞ്ഞുങ്ങളുടെ മേൽ ഇസ്രായേലി വിമാനങ്ങളിൽ വിതറുന്നത് വെണ്ണയും പാലുമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യാവകാശം എന്ന ലോകത്തിന്റെ വൃത്തികെട്ട ഇരുട്ട മുഖം നമുക്ക് വ്യക്തമാകുന്നത്. ഇതുകൊണ്ടൊന്നും കൊതി തീരാതെ ഇറാനെ കടന്നാക്രമിച്ചില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ആക്രമിക്കുമെന്ന് ഉപദേശിക്കുകയാണ് ഇസ്രായേലിന്റെ ബെയ്റ്റൻ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലവനും മുൻ പ്രതിരോധ മന്ത്രിയുമായ അവിഗ്ഡോർ ലിബർമാൻ പറയുന്നത്. സ്വന്തം ജനതയുടെ തലയ്ക്ക് മീതെ മരണം മട്ടമിട്ട് പറക്കുമ്പോഴും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഇവനൊക്കെയാണ് ലോകത്തിന്റെ ശാപമെന്ന് പ്രത്യേകം പറയേണ്ടത്. നെതന്യാഹു എന്ന യുദ്ധഭ്രാന്തനെ ഇളക്കിവിട്ടാൽ ഇവൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും എന്ന ചിന്തയാണ് ഈ ചോരക്കൊതിമൂത്ത പാപിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടെഹ്റാന്റെ ഭരണകൂടത്തിന്റെ ആണവ അഭിലാഷങ്ങൾ ഇസ്രായേലിനെതിരെ പ്രതികാര യുദ്ധം നടത്തുന്നതിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് ഇവൻ പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആശങ്കകളെ മാറ്റാൻ ഇറാനെ വീണ്ടും ഇസ്രായേൽ കടന്നാക്രമിക്കണമെന്ന് ഇവൻ ആവശ്യപ്പെടുമ്പോൾ ഇത്തരക്കാരുടെ ചിന്തകൾ സ്വയം ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഒപ്പം നിന്നവനെ പോലും ചതിക്കുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പറയുന്ന ലിബർമാനെ പോലുള്ളവർ ആവേശമാണ്. ഒപ്പമുള്ളവനെ ചതിക്കുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഗസയിൽ അവസാനമായി ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ച് കൂടി ജൂതസേന ബോംബിട്ട് തകർത്തപ്പോൾ ട്രംപിന് തന്റെ വിശ്വാസ വിചാരമല്ല പകരം അഭിമാനക്ഷതമാണ് ഉണ്ടായത്. അതുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിന്നോടൊപ്പം നിൽക്കുന്ന എന്റെ നെഞ്ചത്ത് തന്നെ ബോംബ് ചെയ്യുന്ന പ്രിയ സുഹൃത്തെ, ലോക ക്രിസ്ത്യാനികളെ ബോധിപ്പിക്കാനെങ്കിലും അതല്ലെങ്കിൽ അവരെ കാണിക്കാനെങ്കിലും ഒരു ഖേദപ്രകടനം നടത്തൂ എന്ന് ട്രംപ് ഈ നെതന്യാഹുവിന്റെ കാല് പിടിച്ചപേക്ഷിച്ചപ്പോൾ ട്രംപിനെ പോലെ പാപികളായ സന്തതികളെ പെറ്റുകൂട്ടിയതിന് ക്രിസ്തുദേവൻ ഖേദിക്കുന്നുണ്ടാവും. ഭൂമിയിലെ സന്തതികളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ക്രിസ്തുദേവൻ ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസികൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ പാപം ബഹിരാകാശത്തല്ല, ഭൂമിയിൽ തന്നെയാണ് ഉള്ളതെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതാണ് ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണവും. ഇനി ഗസയിൽ ആർക്കും ഒളിച്ചിരിക്കാൻ ഒരിടത്തും ഇടമില്ല എന്നുള്ളതാണ്. എല്ലാം ബോംബിങ്ങിലൂടെ നിരപ്പാക്കി തരിശ് ഭൂമിയാക്കി ഇസ്രായേൽ മാറ്റിയിരിക്കുന്നു. ഈ കറുത്ത ദൈവങ്ങൾ ഗസയുടെ വടക്കൻ പ്രദേശങ്ങളെ വിട്ട് മരണത്തെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയണം. ഗസയുടെ തെക്കൻ പ്രദേശങ്ങൾ സുരക്ഷിതമെന്ന് കരുതി വീടുകൾ നഷ്ടപ്പെട്ട് വലിച്ചു കെട്ടിയ ടാർപാളിന്റെ ഷീറ്റിനുള്ളിൽ ചൂടും തണുപ്പും വെയിലും മഴയുമേറ്റ് മുഴുപട്ടിണിയിൽ കഴിയുന്ന 3.5 ലക്ഷം ജനങ്ങൾ എങ്ങോട്ടെങ്കിലും ഉടൻ മാറിക്കൊള്ളണമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നിരാശ്രയരായ ഈ ജനങ്ങൾ മാറാൻ ഇത്തിരി താമസിച്ചാൽ ആൾപ്പെരുമാറ്റം നോക്കി ആക്രമണം തുടങ്ങാനുള്ള മുന്നറിയിപ്പാണിത്. ഗസക്കാരെ സംബന്ധിച്ച് ഇരുട്ട് ഇപ്പോൾ മരണഭയത്തിന്റെയും പ്രകാശം ചതിയുടേതുമാണ്. ഇതൊരു ശാപമാണെന്ന് പറയാതെ വയ്യ. എന്തിനെന്നറിയാതെ മരണം വരിക്കേണ്ടി വരുന്ന ഈ യുഗത്തിലാണ് ഗസക്കാർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.